വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ നെക്സ്റ്റ് ബൈബിൾ സ്റ്റഡിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ചില കാര്യങ്ങൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ പറഞ്ഞതുപോലെ ഹോളി സ്പിരിറ്റ് യേശു പഠിപ്പിച്ച ചില കാര്യങ്ങളെ നമ്മളെ റിമൈൻഡ് ചെയ്യുന്ന സ്പിരിറ്റാണ്. ഇറ്റ്സ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സകല സത്യത്തിലേക്കും നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ മധ്യയിൽ ചലിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ചില കാര്യങ്ങൾ വ്യക്തമാക്കി തരാൻ പോവുകയാണ്. ചില ആൾക്കാർ വചനം പഠിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ആ ഫിലിപ്പോസ് ആ ഒരു ഷണ്ണന് ആ വചനം തുറന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ആ വ്യക്തിയുടെ കണ്ണുകൾ തുറന്നതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരാൻ പോവുകയാണ്. ഹീസ് ഗോയിങ് ടു അൺവെയിൽ മെനി തിങ്സ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ്. വിശ്വസിക്കുന്നത് ചേർന്ന് ആമേൻ പറഞ്ഞാലും ആ സ്പിരിറ്റ് ഓഫ് റെവലേഷൻ നമ്മുടെ മേൽ കർത്താവ് ചൊരിയുകയാണ്. ആമേൻ. സോ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം, സ്വാഗതം ചെയ്യാം. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യേ ചെയ്യുകയാണ്. ഇമൻ നമുക്കപ്പോൾ തന്നെ ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട്. ജയ്പൂരിൽ നിന്ന് തങ്കമ്മ മാത്യു സിസ്റ്ററാണ്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. സിസ്റ്റർ സ്പോൺസർ ചെയ്യാൻ 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ദിസ് ഈസ് അമേസിങ്. 12 വർഷത്തിന് ശേഷം കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ സ്ട്രോക്ക് സൗഖ്യമായതിൻ്റെ നന്ദി സൂചകമായിട്ടും. ആമേൻ. 2 പവർഫുൾ മിറക്കിൾസാണ്. സ്ട്രോക്കിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കി, അപ്പോൾ തന്നെ കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി. ആമേൻ. ഈ കുടുംബത്തെ നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങ് ചെയ്ത സകല നന്മകൾക്കും സൗഖ്യത്തിനുമായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഭവനത്തിലുള്ള എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെ വലിയ സാന്നിധ്യം കൂടിയിരിക്കണമേ കർത്താവെ. ഇതൊന്നുമല്ല കർത്താവ്, ഇനിയും കർത്താവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഫോർ ബ്ലെസ്സിങ് ദിസ് ഫാമിലി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ്. ആമേൻ. ഈ ആഴ്ചയിലെല്ലാം നമ്മൾ ഓരോ ദിവസവും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാം. ഈ ആഴ്ചയിലെ ഓരോ ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ്സ്, എസ്പെഷ്യലി ഫ്രൈഡേയിലെ ഹാർട്ട് ടു ഹാർട്ട്, സൺഡേയിലെ സർവീസുകൾ, എല്ലാത്തിലും നിങ്ങൾക്ക് പ്രത്യേകമായി വന്ന് ചേരാം. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മധ്യയിൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ലെറ്റ്സ് ഗോ ഇൻ ടു ടുഡേയ്സ് വേൾഡ്. വെൽക്കം ബാക്ക്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം നമ്മൾ തുടരുകയാണ്. ഇന്നലെ എനിക്ക് തോന്നുന്നു 4 മുതൽ 7 വരെ നമ്മൾ കണ്ടു. 8 മുതലാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇന്നലത്തേത് കൂടെ ഒന്ന് ചേർത്ത് വായിക്കാം. 4. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. എന്ന് വെച്ചാൽ ലൗകികമായ രീതിയിൽ നോക്കിയാലും എൻ്റെ ജനനമനുസരിച്ച് നോക്കിയാലും ഒത്തിരി കാര്യങ്ങൾ പൊങ്ങച്ചം പറയാൻ, ബ്രാഗ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ലിസ്റ്റ് എടുത്തത്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റു, ഇസ്രായേൽ ജാതിക്കാരനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. എന്ന് വെച്ചാൽ ഒന്നിനെയും, യഹൂദ മതമല്ലാത്ത ഒന്നിനെയും ഉൾക്കൊള്ളാത്ത തീവ്രവാദി. ദെൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ഏറ്റവും നന്നായി ന്യായപ്രമാണം പാലിച്ചയാളാണ്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. 8 മുതൽ നോക്കാം. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. 9. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവമുള്ള കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്നും വെച്ച്
ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചാവറന്നാണ് ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമെന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. വാവ് 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 വാവ്. ഓ, ഈ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എത്ര ഭയങ്കരമാണ്. ഇതിൽ ഇന്നലെ പറഞ്ഞു വന്ന കാര്യം അദ്ദേഹം തുടരുകയാണ്. ഇത് ഇനി ഒത്തിരി എലാബറേറ്റ് ചെയ്യാൻ ഞാൻ ഒത്തിരി മെറ്റീരിയൽ സ്കിപ്പ് ചെയ്താണ് പോകുന്നത് സമയക്കുറവ് നിമിത്തം. എന്നാൽ നിങ്ങൾക്ക് ഇത് ഞാനൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇത് കേൾക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ ഒരു മാഡ്നസ് ഉണ്ടാവും, ഒരു ഭ്രാന്ത് വരണം ഇതൊക്കെ പഠിക്കാനും ഇതുപോലെ ആകാനും. പൗലോസിൻ്റെ ത്യാഗങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം തന്നെ പറയാണ്. വാട്ട് ഈസ് മോർ, ഐ കൺസിഡർ എവറിത്തിങ് എ ലോസ് കമ്പയർഡ് ടു ദ സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് knowing Christ Jesus my Lord, for whose sake I have lost all things. I have lost all things. I have lost all things. I consider them a rubbish, that I may gain Christ and be found in him, not having a righteousness of my own that comes from the law, but that which is through faith in Christ, the righteousness that comes from God and is by faith. ഈ രണ്ട് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇത് വായിക്കുമ്പോൾ ശരിക്കും എന്താ നമുക്ക് തോന്നണം, സാധാരണഗതിയിൽ ഇതിങ്ങനെ വായിച്ചു പൗലോസ് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ദിസ് ഇസ് എക്സ്ട്രീമിറ്റി, ദിസ് ഇസ് ടു മച്ച്, ഇത്രയൊക്കെ ആവശ്യമുണ്ട്. മര്യാദയ്ക്ക് നോർമലായി ജീവിച്ചാൽ പോരെ, കാണുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് കളഞ്ഞു ഇനി ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു മാത്രം ക്രിസ്തു മാത്രം ക്രിസ്തു മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഇത്രയും വട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ദിസ് ഈസ് ഫാനറ്റിസിസം. ഇതിൻ്റെ ആവശ്യമുണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഇസ് നോട്ട് എക്സ്ട്രീമിറ്റി. പോൾ വാസ് നോട്ട് എ ഫാനറ്റിക്. ദിസ് ഈസ് പ്യുവർ നോർമൽസി. ശരിക്കുള്ള നോർമലായിട്ടുള്ള കാര്യം തന്നെയാണ് എല്ലാവർക്കും വേണ്ടതും ഇതാണ്. കാരണം ക്രിസ്തു അത് ചെയ്തു. നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച്, നാം അവനെ സ്നേഹിക്കുന്നതിന് മുമ്പ്, നാം അവനെ തിരിച്ചറിയുന്നതിന് മുമ്പ്, ദൈവസ്നേഹം നാം രുചിക്കുന്നതിന് മുൻപ് അവൻ നമ്മെ സ്നേഹിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. അപ്പം അദ്ദേഹം പറയുന്ന ചില പദങ്ങൾ, ഐ കൺസിഡർ എവറിത്തിങ് എ ലോസ്, ഐ കൺസിഡർ ദം റബിഷ്. റബിഷ് എന്നുള്ളതിന് സ്ക്യൂബാല എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ, സ്ക്യൂബാല. രണ്ടർത്ഥങ്ങളുള്ളത്. ഒന്ന്, ദാറ്റ് വിച്ച് ഈസ് ത്രോൺ ടു ദ ഡോഗ്സ്, നായ്ക്കൾക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന എച്ചിൽ എന്നൊക്കെ പറയില്ലേ, അതാണ് സ്ക്യൂബാല. രണ്ട്, എക്സ്ക്രമെൻറ്റ്, ഡങ്, റബിഷ്, റഫ്യൂസ്, റഫ്യൂജ്, ഗാർബേജ്, എക്സ്ക്രീറ്റ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. എന്ന് വെച്ചാൽ വിസർജ്യം, ഏറ്റവും ചവറ്റുകൂനയിൽ, കുപ്പക്കൂനയിൽ കൊണ്ടുപോയി ഇടുന്നത്, അതിനെയാണ് സ്ക്യൂബാല എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ കൺസിഡർ ഓൾ ദീസ് തിങ്സ് റബിഷ്, സ്ക്യൂബാല, ഡങ്. ഇതെല്ലാം വെറും വിസർജ്യം പോലെ ദൂരെ കളയുക. എന്ന് വെച്ചാൽ പൗലോസ് ക്രിസ്തുവിനെ കണ്ടെത്തി. ക്രിസ്തുവിൽ ഇനിയും വളരാനും ജ്ഞാനം പ്രാപിക്കാനും അങ്ങനെ ആത്മീയമായി മുന്നിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താൻ ജനിച്ച വംശപാരമ്പര്യം തുടങ്ങിയ സകലത്തെയും എറിഞ്ഞു കളഞ്ഞു. ഇത് പറയുമ്പോൾ വേറൊരാളെ പഴയ നിയമത്തിൽ ഓർമ്മയുണ്ട്, ഇങ്ങനെ ഇതുപോലെ ക്രേസി ആയിട്ട് ഇറങ്ങി തിരിച്ച ഒരാളെ ഓർമ്മയുണ്ട്? എബ്രഹാം. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വചനങ്ങൾ നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ വചനത്തിൽ തന്നെ കർത്താവ് പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെ നിന്റെ സ്വന്തം ദേശത്തെ സകലത്തെയും വിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. അബ്രഹാമിന് സകലവും പുറകിലെറിഞ്ഞ് മുന്നിലേക്ക് പോകേണ്ടി വന്നു. ഇത് തന്നെയാണ് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാക്രിഫൈസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോൾ വാസ് റെഡി ടു ത്രോ ഹിസ് ഹെറിറ്റേജ്, pedigree, lineage, legalism, zeal, self-righteousness, etc. into garbage heap. ഒരു കുപ്പ കൂട്ടിരിക്കുക, മാലിന്യ കൂമ്പാരത്തിലേക്കാണ് ഇതെല്ലാം കൂടെ എറിഞ്ഞു കളയുന്നത്. എന്തൊക്കെ? എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്നുള്ള ടൈറ്റിൽ, ന്യായപ്രമാണപ്രകാരം പരീശൻ, കുറ്റമില്ലാത്തവൻ, ഇസ്രായേലിന്, സാക്ഷാൽ ഇസ്രായേലിന്
കറക്റ്റ് ബ്രീഡ്, മിക്സ്ഡ് അല്ലാത്ത പ്യോർ ബ്രീഡ്, പെഡിഗ്രി, ഹെറിറ്റേജ്, അരിസ്റ്റോക്രസി തുടങ്ങിയുള്ള സകലവും കൂടെ എടുത്തിട്ട് അദ്ദേഹം കുപ്പക്കൂനയിലേക്ക് വലിച്ചെറിയുകയാണ്. അദ്ദേഹം ജനിച്ചത് ടാർസസ് എന്ന സ്ഥലത്താണ്, തർഷൂഷ് എന്ന് പറയുന്നു. ഓൺലി വെരി വെൽത്തി പീപ്പിൾ യൂസ് ടു ലിവ് ദെയർ. ഇന്നിപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്നു എന്ന് പറയുന്ന പോലെ, ദുബായ് സിറ്റിയിൽ തന്നെ താമസിക്കുന്നു എന്ന് പറയുന്ന പോലെ, ഏതെങ്കിലും ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സ്ഥലം, ഏറ്റവും സമ്പന്നന്മാർ മാത്രം താമസിക്കുന്നൊരു സ്ഥലം, അവിടെയാണ് ഈ സോൾ ഓഫ് ടാർസസ് എന്നാണ് അറിയപ്പെടുന്നത്. തർശീശുകാരനായ ശൗല് തർസോസിലാണ് താൻ താമസിച്ചിരുന്നത്. തൻ്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പരമസമ്പന്നൻ എന്നാണ്. ഭയങ്കര സമ്പന്നനായിരുന്നു അദ്ദേഹം. ആൻഡ് ഹിസ് പാരൻസ് ഹാഡ് സെൻറ്റ് ഹിം ടു ഗമാലിയൽ ആൻഡ് ടു ദി യൂണിവേഴ്സിറ്റി ഓഫ് ടാർസസ്. ഗമാലിൻ്റെ അടുക്കലും തർഷോസിലുള്ള യൂണിവേഴ്സിറ്റിയിലും ഭയങ്കര ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അദ്ദേഹം. നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടെന്നേ. അടുത്തത്, ബട്ട് ഹി ഫോർസൂക്ക് everything he had to become a missionary, an apostle of Christ. കർത്താവിന് വേണ്ടി ഒരു മിഷണറിയായ അപ്പസ്തോലനായിട്ടൊക്കെ മാറാൻ എല്ലാം കൊണ്ട് അദ്ദേഹം ഗാർബേജ് ബോക്സിലിട്ടു. എന്ന് മാത്രമല്ല, they had cast him off. അവരും ഇവനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുറത്താക്കി. ഇവിടെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് നോയിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ അറിയേണ്ടതിന്. പറഞ്ഞേ, ക്രിസ്തുവിനെ അറിയേണ്ടതിന്. എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷൻ ടൈപ്പ് ചെയ്തിടാമോ? ക്രിസ്തുവിനെ അറിയേണ്ടതിന്, നോയിങ് ക്രൈസ്റ്റ്. അദ്ദേഹം എഴുതുന്ന വരികൾ ഇങ്ങനെയാണ്: ദ സർപാസിംഗ് ഗ്രേറ്റ്നെസ് ഓഫ് നോയിങ് ക്രൈസ്റ്റ് ജീസസ്. ദ ഗ്രേറ്റസ്റ്റ് നോളജ് ഈസ് നോയിങ് ക്രൈസ്റ്റ്. ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യ ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ജ്ഞാനം എന്താണ്? ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം. ക്രിസ്തുവിനെ അറിയുക. I want to know him more. I want to know about his holiness, his righteousness, his humanity, his divinity. So many things I want to know. ഇത് അറിഞ്ഞാലുള്ള ഗുണം അവിടെ പറയുന്നത്, it can give righteousness and perfection to a person. ക്രിസ്തുവിനെ കൃത്യമായി അറിഞ്ഞാൽ അതിലൂടെ അവർക്ക് ലഭിക്കുന്നത് എന്താണ്? നീതി. അതുപോലെ സമ്പൂർണതയിലേക്ക് അവർ നടത്തപ്പെടും. ഇറ്റ് ഈസ് ലിവിങ് ലൈഫ് ടു എ പേഴ്സൺ. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ജീവൻ അവന് കൊടുക്കുക എന്നാണ്. ഇറ്റ് ഈസ് ദ സേവിങ് നോളജ്. മാത്രമല്ല, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന എന്നൊരു സ്ഥലത്ത് പറയുന്നത് രക്ഷയ്ക്കുള്ള ജ്ഞാനമാണ്. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ. ഇതിൻ്റെ പേരാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3 ഈ കാര്യം പറയുന്നുണ്ട്. Now, this is eternal life, that they know you, the only true God, and Jesus Christ, whom you have sent. അവർക്ക് നിത്യജീവൻ ഉണ്ടാകാൻ തന്നെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, യോഹന്നാൻ എഴുതുകയാണ്, that they know you, അങ്ങേ അറിയേണ്ടതിനും, the only true God. ഇത് യേശു കർത്താവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നിന്നും അടർത്തിയെടുത്ത ഒരു പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയാം, the only true God and Jesus Christ, whom you have sent. അവിടെ പറയുന്നുണ്ട്, that they know you. നിന്നെ അറിയേണ്ടതിനും, കൂടുതൽ നിൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കേണ്ടതിന്, ഏത് രീതിയിലുള്ള വ്യക്തിത്വമാണ് ദൈവത്തിൻ്റേത്, കർത്താവിൻ്റെതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇങ്ങനെയുള്ള പല അവസരങ്ങളും തരുന്നത്. അടുത്ത അദ്ദേഹം പറയാണ്, ഐ മേ ഗെയിൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ നേടേണ്ടതിനും. വാവ്, തൻ്റെ ലക്ഷ്യമാണ്, ജീവിത ലക്ഷ്യമാണ് ക്രിസ്തുവിനെ എങ്ങനെയെങ്കിലും നേടണം. ഒന്ന് ചുറ്റും ചിന്തിച്ചു നോക്കിയാൽ, ചില ആളുകളെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ വരുത്താൻ, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി ആളുകൾ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കും. ഒരാളോട് അടുക്കണം, ഗിഫ്റ്റ് കൊടുത്താൽ എടുക്കാൻ പറ്റുമോ? എങ്ങനെയാ ഫോൺ നമ്പർ ഒന്ന് കിട്ടും? എങ്ങനെയാ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഒന്ന് എങ്ങനെ ഒരു ഫോളോവറായി തീരാൻ കഴിയും? എങ്ങനെ ഒന്ന് പേഴ്സണലി കാണാൻ കഴിയും? ഇതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ സ്കീം ചെയ്യും ആളുകൾ. ഉദാഹരണത്തിന് ബോയ്സ്, ചില പെൺപിള്ളേരുടെ ഹൃദയം കിട്ടാൻ വേണ്ടി എന്തെല്ലാം പരിപാടികൾ ഒപ്പിക്കുന്നു, എന്തെല്ലാം വാങ്ങിക്കൊടുക്കും. ഉടുപ്പ് വാങ്ങിക്കൊടുക്കുന്നു, നെക്ലേസ് വാങ്ങിക്കൊടുക്കുന്നു, മോതിരം വാങ്ങിക്കൊടുക്കുന്നു, മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഒരു പെൺകുട്ടിയെ കയ്യിൽ കിട്ടാൻ വേണ്ടി. പെൺകുട്ടികൾ ആൺകുട്ടികളെ കയ്യിൽ കിട്ടാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളാണ് ചെയ്തത്. സോ
പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ കത്തെഴുതുക, പിന്നെ SMS അയക്കുക, ഫോൺ വിളിക്കുക, ഇങ്ങനത്തെ പരിപാടികളായിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിലൂടെയൊക്കെ പല രീതിയിൽ ഹാർട്ട് വിൻ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ദി ഗ്രേറ്റസ്റ്റ് ഗെയിൻ ഇൻ ലൈഫ് ഈസ് പൊസസിങ് ക്രൈസ്റ്റ്. ഈ ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടുന്നതാണ്. ഒരു പെൺകുട്ടിയെ നേടുന്നതോ ഒരു ആൺകുട്ടിയെ നേടുന്നതോ അല്ലെങ്കിൽ താര പരിവേഷമുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നതോ ഇതൊന്നുമല്ല. ഈ യൂണിവേഴ്സിലെ ഏറ്റവും ടോപ്പ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് യേശുവാണെങ്കിൽ, ക്രിസ്തുവാണെങ്കിൽ, ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയായിരിക്കും. അതിനുശേഷം ബി ഫൗണ്ട് ഇൻ ഹിം, അടുത്ത അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം, അവനിൽ ഇരിക്കേണ്ടതിനും അല്ലെങ്കിൽ അവനിൽ എന്നെ കണ്ടെത്തപ്പെടേണ്ടതിനും. ദിസ് ഇസ് കോൾഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ജീവിതം. പറ, അന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തതാണ് ക്രിസ്തുവിലുള്ള ജീവിതം. എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക, ഐ വാണ്ട് ടു ബി ഫൗണ്ട് ഇൻ ഹിം. അവനിൽ ഞാൻ ഇരിക്കേണ്ടതിന്, എനിക്ക് അവനിൽ ഇരിക്കണം എന്ന് ടൈപ്പ് ചെയ്യുക. എനിക്ക് അവനിൽ ഇരിക്കണം, അതൊരു പ്രയർ പോയിന്റ് ആക്കി മാറ്റുക. പണ്ടൊരിക്കൽ അദ്ദേഹം പറഞ്ഞു, എ മാൻ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ളൊരു മനുഷ്യൻ എനിക്കറിയാം. തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ. ഹി ഈസ് പൊസിഷൻഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ തന്നെ ദൈവം പൊസിഷൻ ചെയ്തിരിക്കുക. ഇൻ അതർ വേർഡ്സ്, ഹിസ് അഡ്രസ് ഈസ് ക്രൈസ്റ്റ്. തൻ്റെ മേൽവിലാസം തന്നെ ക്രിസ്തുവാണ്, താൻ ക്രിസ്തുവിൻ്റെ മേൽവിലാസവുമാണ്. ഹിസ് ലൈഫ് വാസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ്. തൻ്റെ ജീവിതം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ എവറിത്തിങ് വാസ് ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ്സ്, തൻ്റെ പൾസ്, എവറി സിംഗിൾ സെൽ ഓൺ ഹിസ് ബോഡി, എവറിത്തിങ് വാസ് ബീറ്റിംഗ് ഓർ ക്രേവിങ് ഫോർ ജീസസ്. പിന്നെ അദ്ദേഹം 2 തരം നീതിയെക്കുറിച്ച് പറയുന്നു. 4 തരം നീതിയെക്കുറിച്ച് മറ്റു ഭാഗങ്ങളിൽ നിന്ന് കൂടെ എടുത്ത് ഫൗണ്ടേഷൻസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ പുസ്തകത്തിലുണ്ട്. ഇത് സെൽഫ് റൈച്ചസ്നസ് ആൻഡ് ഗോഡ്സ് റൈച്ചസ്നസ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് റൈച്ചസ്നസ്. സ്വന്തം നീതിയും സ്വയനീതിയും ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന, ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നീതിയും. അപ്പം അതാണ് അദ്ദേഹം അടുത്തതായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. റൈച്ചസ്നസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായുള്ള ശരിയായ ബന്ധം, അതിനെയാണ് റൈച്ചസ്നസ് എന്ന് പറയുന്നത്. ദൈവമായി ശരിയായ ബന്ധത്തിൽ ജീവിക്കുക. ഇവിടെ പൗലോസ് പറയുന്ന ഒന്നാമത്തെ നീതി എന്ന് പറയുന്നത് സെൽഫ് റൈച്ചസ്നസ് ആണ്, സ്വയനീതി. എല്ലാവരും എന്ന് പറയും, ഞാൻ തന്നെ നല്ല രീതിയിൽ ദൈവവുമായി കണക്ട് ചെയ്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശ്രമങ്ങൾ. ഇത് സ്വാഭാവികമായി നടക്കുന്നത് ഫ്രം ഡൂയിങ് ദ ലോ. മോശയിലൂടെ വന്ന കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിൻ്റെ നീതി തികയ്ക്കാം എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഫ്രം ഡൂയിങ് ഗുഡ് വർക്ക്സ്, നല്ല നല്ല പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ ചെയ്ത് അങ്ങനെ ആകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് നീതി കിട്ടാൻ. ദ റിസൾട്ട് ഓഫ് മാൻസ് എഫേർട്സ് എന്ന് വെച്ചാൽ ജനങ്ങളുടെ പ്രയത്നം കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന നീതി. പക്ഷേ ഗോഡ് ഈസ് പെർഫെക്റ്റ് ആൻഡ് മാൻ ഈസ് ഇംപെർഫെക്റ്റ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദൈവം പൂർണ്ണനും മനുഷ്യൻ അപൂർണനുമാണ്. സോ നോ മാൻസ് വർക്ക് ഈസ് പെർഫെക്റ്റ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഒന്നിനും പെർഫെക്ഷൻ ഇല്ല. സ്റ്റിൽ പോൾ തോട്ട് ഹി ഹാഡ് റീച്ച് ദ മാക്സിമം ഓഫ് ഹിസ് സെൽഫ് റൈച്ചസ്നസ്. കാരണം ന്യായപ്രമാണത്തിലുള്ള നീതിയിലൂടെ ദൈവസന്നിധിയിൽ കറ തീർന്നവനായി നിൽക്കാനായിരുന്നു അദ്ദേഹം ഈ യഹൂദ മതത്തിൽ ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നീതി പ്രവൃത്തികൾ പോരാ, അതുമായി എൻ്റെ സന്നിധിയിൽ വരരുത്. യെശയ്യാവിന്റെ പുസ്തകം 64:4 പറയുന്നുണ്ട്, ഇത് ഫിൽത്തി റാഗ്സ് പോലെയാണ്. എന്ന് വെച്ചാൽ കറ പിടിച്ച തുണി പോലെയാണ് നിങ്ങളായി ചെയ്തു കൂട്ടുന്ന നീതി പ്രവൃത്തികൾ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 14 വരെ വായിക്കുമ്പോഴാണ് ദ പാരബിൾ ഓഫ് ദ ഫാരിസി ആൻഡ് ദ ടാക്സ് കളക്ടർ നമ്മൾ കാണുന്നത്. ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും കഥ. 2 പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ കാര്യം നിങ്ങൾക്കറിയാം. പരീശൻ അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് ഭയങ്കര ഓർണമെൻ്റലായിട്ടുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി.
ഗോഡ് ഐ താങ്ക് യു ദാറ്റ് ഐ ആം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ. മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ, വ്യത്യസ്തനാണ്. മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ റോബേഴ്സ്, ഈവിൽ ഡൂവേഴ്സ്, അഡൾട്ടറേഴ്സ് ഓർ ഈവൻ ലൈക്ക് ദിസ് ടാക്സ് കളക്ടർ, ഈ നിൽക്കുന്ന ആരെ പോലും അല്ല ഞാൻ എന്ന് താൻ അങ്ങ് വീമ്പിളക്കുകയാണ് ഈ പരീക്ഷ. ഐ ഫാസ്റ്റ് ട്വൈസ് എ വീക്ക് ആൻഡ് ഗിവ് എ 10th of all I get എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കും. മാത്രമല്ല എനിക്ക് കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം കൃത്യമായി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വീമ്പിളക്കി. എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് തന്നെ അറിയാം. ആ പരീശൻ തന്നെത്താൻ തൻ്റെ സ്വന്തം നീതിയിൽ ഒരുപക്ഷെ മറ്റേ ആളേക്കാൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് ഇദ്ദേഹം തന്നെയാണ്. എന്നാൽ ചുങ്കക്കാരനാകട്ടെ മുകളിലോട്ട് നോക്കാൻ പോലും ഞാൻ ഭാവിയാണേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം താഴ്മയോടെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിനാണ് മറുപടി കിട്ടി. ഇനി അടുത്തൊരു നീതിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗോഡ്സ് റൈച്ചസ്നസ്, ദൈവത്തിൽ നിന്നുള്ള നീതി. റൈച്ചസ്നസ് ഫ്രം ഗോഡ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. സോ ദൈവത്തിൻ്റെ നീതിയുണ്ട്, ദൈവത്തിൽ നിന്നുള്ള നീതിയുണ്ട്. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും അടുക്കാൻ പറ്റില്ല, കാരണം നമ്മളിവിടെ കറ പുരണ്ട തുണിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ്. ദൈവത്തിൽ നിന്നൊരു നീതി വരുന്നുണ്ട് ക്രിസ്തുയേശുവിലൂടെ. ദാറ്റ് ഈസ് ഫ്രീ. പൗലോസ് പറയും എനിക്കത് മതി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഒരാളൊരു കൊട്ടാരം മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് ജീവിതകാലം മുഴുവൻ കഠിനമായി വിയർപ്പൊഴുക്കി അധ്വാനിച്ച് പണം സ്വരൂപിച്ച് കൊട്ടാരത്തിൻ്റെ ഉടമയുടെ അടുക്കൽ ചെന്നപ്പോഴാണ് പറഞ്ഞു ഞാനിതങ്ങ് ഫ്രീ ആയിട്ട് എഴുതുന്നേക്കാം. ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. മാനവരാശി മുഴുവൻ ആദം വീണ സമയം മുതൽ ഇങ്ങോട്ട് അനേക സെഞ്ചുറീസ് ഇങ്ങനെ ഈ നീതി കിട്ടാൻ വേണ്ടി കൽപ്പനകൾ അനുസരിക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഒരു കാശ് എനിക്ക് വേണം, നിങ്ങളുടെ ഒരു നീതി പ്രവൃത്തി വേണ്ട. എൻ്റെ പുത്രനിൽ ഞാൻ പ്രസാദിച്ച അവൻ്റെ നീതിയെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങ് തന്നേക്കാം. ഇതാണ് സംഭവിക്കുക. ഇതൊത്തിരി ക്രൈസ്തവർക്ക് മനസ്സിലാകുന്നില്ല, ഒത്തിരി ദൈവമക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ റൈച്ചസ്നസ് ഓഫ് ഗോഡ് ഈസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. അവസാനം വരുമ്പോൾ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത് ക്രിസ്തു തന്നെ. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-22 വായിക്കുമ്പോൾ, ബട്ട് നൗ അപ്പാർട്ട് ഫ്രം ദ ലോ the righteousness of God has been made known, to which the law and the prophets testify. This righteousness is given through faith in Jesus Christ to all who do believe. There is no difference between Jew and Gentile. വ്യക്തമായി തൂലിയെടുത്ത് അദ്ദേഹം എഴുതുകയാണ്, യഹൂദന്മാർക്കും ജാതികൾക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല ദൈവസന്നിധിയിൽ, ഒരുപോലെ തന്നെ ദൈവം കണക്കാക്കുന്നു. ആര് ഈ യേശുവിലൂടെ പിതാവ് നൽകുന്ന നീതിയെ ഇഷ്ടപ്പെടുന്നു, സ്വീകരിക്കണോ, അവർക്ക് വിശ്വാസത്തിൽ അത് ലഭിക്കും ഫ്രീ ആയിട്ട്. ഇതാണ് ഒത്തിരി പേർക്ക് മിസ്സായി പോകുന്നത്. 1 കൊരിന്ത്യർ 1:30 വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം കാണാം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിം that you are in Christ Jesus, who has become for us wisdom from God, that is our righteousness, holiness and redemption. നമ്മുടെ നീതി എന്ന് പറയുന്നത് വെറും തുണിക്കഷ്ണമൊന്നുമല്ല. നമ്മളിപ്പോൾ നീതി വസ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നെങ്കിൽ ആലങ്കാരികമായി ആത്മീയമായൊക്കെ പറയുന്നെങ്കിലും വാസ്തവത്തിൽ our righteousness is Christ himself. ക്രിസ്തു തന്നെയാണ് നമ്മുടെ നീതി. ഒത്തിരി പേര് വിശ്വസിക്കുന്നത് there is love in God. No, God is love. ദൈവത്തിന് സ്നേഹമുണ്ടെന്നല്ല പറയുന്നത്, ദൈവം സ്നേഹമാകുന്നു എന്ന് വെച്ചാൽ എവിടെ തൊട്ടാലും സ്നേഹമാണ് പുറത്തേക്ക് വരുന്നത്. അതുപോലെ ഗോഡ് ഈസ് റൈച്ചസ് എന്ന് പറയുമ്പോൾ ഓർക്കണം, ഹി ഹിംസെൽഫ് ഈസ് റൈച്ചസ്നസ്. അവനിൽ നീതി ഉണ്ടെന്നല്ല, അവനാണ് നീതി. അതാണ് ഈ ഇപ്പോൾ വായിച്ച 1 കൊരിന്ത്യർ 1:30 നമ്മൾ കാണുന്നത്. മറ്റൊരർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആശ്രയിക്കുന്നത് ഒരു വ്യക്തിയെയാണ്, ഒരു ശക്തിയല്ല, ഇസങ്ങളല്ല, ഉപദേശങ്ങളല്ല. നമ്മളൊരു വ്യക്തിയെയാണ് ആഗ്രഹിക്കുന്നത്, വിശ്വസിക്കേണ്ടത്. അവനിലൂടെയാണെല്ലാം നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കൈനീട്ടി പിടിക്കാം. കർത്താവേ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നട്ടെല്ലിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഫ്രോസൺ ഷോൾഡർ ലൂസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അതുപോലെ ടെന്നീസ് എൽബോ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ ദീനം, രോഗം, ബാധ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടതല്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി.
യേശുവിൻ്റെ നാമത്തിൽ. അമേൻ, അമേൻ. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.